ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന സമിതി വിശദമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ പിണറായി വിജയൻ സിപിഎമ്മിലെ സംഘടനാ പ്രശ്നങ്ങളും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. സംഘടനാപരമായി ചില കുറവുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി സംഘടനയുമുണ്ട്, വർഗഭോജന സംഘടനകളുമുണ്ട്. തിരുവനന്തപുരത്ത് ബെനറ്റ് എബ്രഹാമിന് പൊതുസ്വീകാര്യത ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ സാഹചര്യത്തെ തള്ളിപ്പറയാനാവില്ല. LDFന്റെ സ്ഥാനാർത്ഥി സാധാരണഗതിയിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയൊക്കെയുള്ള ആൾ തന്നെയാണ്. അത് CPI നിർത്തിയപ്പോൾ ഞങ്ങൾക്കതിൽ പ്രത്യേക ഭിന്നതയൊന്നും ആ ഘട്ടത്തിൽ തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ അനുഭവം എന്താ? അനുഭവം പൊതു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. SNDPക്കും NSSനുമെതിരെയും പിണറായി വിമർശനമുന്നയിച്ചു. SNDPയുടെ ചില ശാഖകളുടെ പരിപാടികളിൽ RSSന്റെ ഏറ്റവും വിഷം ചീറ്റുന്ന പ്രസംഗകനോ പ്രസംഗകയോ അങ്ങനെയുള്ള പ്രാസംഗികരോ പ്രാസംഗികളോ ഇപ്പോൾ അവർ പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്തിൻ്റെ ഭാഗം? ഏത് ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്? മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം പൊതുപരിപാടിയായി CPIM ഏറ്റെടുക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.